സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. ഹെരോദേസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബേഥലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെരോദേസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം പ്രധാന പുരോഹിതന്മാരും ജെറുസലേം മുഴുവനും. അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി, ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബേഥലഹേമിൽ. പ്രവാചകൻ എഴുതിയിരിക്കുന്നു, യൂദയായിലെ ബേഥലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ജ്ഞാനികൾ ജെറുസലേമിലെത്തി യേശുവിൻ്റെ ജനനത്തെ സംബന്ധിക്കുന്ന വാർത്ത തിരക്കുന്ന ഭാഗമാണ്. നക്ഷത്രത്തെ പിൻചെന്ന് വന്നവരാണ് ഇവർ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാത്രിയിൽ മാത്രം യാത്ര ചെയ്തു വന്നവർ. ഈ മനുഷ്യരുടെ പ്രത്യേകത, അവർക്ക് പകൽ യാത്ര ചെയ്യാൻ കഴിയില്ല. കാരണം പകൽ നക്ഷത്രമില്ല. രാത്രിയിൽ നക്ഷത്രത്തിൻ്റെ പാത പിന്തുടർന്ന് ആകാശത്തെ നക്ഷത്രം കാണിച്ച വഴിയിലൂടെ യാത്ര ചെയ്ത് ജെറുസലേമിലെത്തിയതാണ്. എന്നാൽ ജെറുസലേമിലെത്തിക്കഴിയുമ്പോൾ ഇവർ ചെറിയ ഒരു അബദ്ധം കാണിച്ചു. അത്രയും നേരം നക്ഷത്രത്തെ പിൻചെന്നവർ ജെറുസലേമിലെത്തിക്കഴിയുമ്പോൾ മനുഷ്യരോട്, പ്രത്യേകിച്ച് ഹെരോദേസിൻ്റെ കൊട്ടാരത്തിലുള്ളവരോട് രക്ഷകൻ്റെ ജനനസ്ഥലം തിരക്കി എന്ന മാരകമായ ഒരബദ്ധം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. അത്രയും നേരം നക്ഷത്രത്തെ പിൻചെന്ന് വന്നവർക്ക് കാലിത്തൊഴുത്തിൽ രക്ഷകൻ പിറന്ന ഇടം വരെ നക്ഷത്രം വഴികാട്ടുമായിരുന്നു. ഏതു മനുഷ്യനും ജീവിതയാത്രയ്ക്കിടയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരബദ്ധമാണിത്. ദൈവത്തിൻ്റെ വഴികളെ പിൻചെന്ന് പോകുന്നവർ പാതി വഴിയിൽ എവിടെയെങ്കിലും വെച്ച് സ്വന്തം ബുദ്ധിയിലോ മനുഷ്യരിലോ ആശ്രയിച്ചാൽ പാളിച്ചകൾ വരാം എന്ന് വേദപുസ്തകം പഠിപ്പിച്ചു തരുന്ന പ്രധാനപ്പെട്ട ഒരു സൂചനയാണിത്. അതുകൊണ്ട് ഉണ്ടായ നാശനഷ്ടങ്ങൾ ചെറുതായിരുന്നില്ല. ഹെരോദേസ് ഈ കുഞ്ഞിൻ്റെ ജനന വാർത്ത അറിഞ്ഞു. ഈ കുഞ്ഞ് ഇസ്രായേലിൻ്റെ രാജാവായി ജനിച്ചവനാണ് എന്ന് ജ്ഞാനികളിൽ നിന്നും അറിയുന്ന ഹെരോദേസ് പരിഭ്രാന്തനായി. അതിന് പ്രകാരം യൂദയായിലെ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നൊടുക്കാൻ പിന്നീട് അയാൾ ആവശ്യപ്പെട്ടു. റാമായിൽ നിന്ന് നിലവിളി ഉയരുമെന്നും റാഹേൽ തൻ്റെ മക്കളെ ഓർത്ത് കരയുമെന്നും പ്രവാചകൻ മുൻപേ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. പ്രിയപ്പെട്ടവരെ, നക്ഷത്രത്തിൻ്റെ വഴിയെ പിന്തുടർന്നു വന്ന ജ്ഞാനികൾ ജെറുസലേമിൽ എത്തി. ജെറുസലേമിലെത്തിയ അവർ രാജകൊട്ടാരത്തിൽ ചെന്ന് ഇസ്രായേലിൻ്റെ രാജാവായി ജനിച്ചവൻ എവിടെ എന്ന് തിരക്കുകയാണ്. അങ്ങനെ തിരക്കുമ്പോൾ പെട്ടെന്ന് വേദപുസ്തകം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു, രാജാവ് അസ്വസ്ഥനായി. ഹെരോദേസ് പൊതുവെ അസ്വസ്ഥതയുള്ള ആളാണ്. അദ്ദേഹം ചെറിയ കാര്യങ്ങളിൽ പരിഭ്രാന്തനാവുന്ന ആളായിരുന്നു. ഇതൊരു ചെറിയ കാര്യമല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. രക്ഷകൻ, ഇസ്രായേലിൻ്റെ രക്ഷകൻ, വിമോചകൻ, ഇസ്രായേലിൻ്റെ രാജാവായി പിറന്നിരിക്കുന്നവൻ തൻ്റെ വാഴ്ചയ്ക്ക് ഭീഷണിയാകും എന്ന് മനസ്സിലാക്കിയ ഈ മനുഷ്യൻ രഹസ്യമായി രക്ഷകൻ എവിടെയാണ് ജനിക്കാൻ സാധ്യതയുള്ളത് എന്ന് ജ്ഞാനികളോട് തിരഞ്ഞു. ജ്ഞാനികൾക്ക് അത് അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ അവരുടെ അറിവുകേട് വെളിപ്പെടുത്തുമ്പോൾ ഹെരോദേസ് രാജാവ് പിന്നീട് രക്ഷകൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾ ചോദിക്കുന്നത് അവിടെയുള്ള തിരുവചനം അറിയാവുന്ന തിരുവെഴുത്തുകളെക്കുറിച്ച് ബോധ്യമുള്ള പ്രധാന പുരോഹിതന്മാരോടും നിയമജ്ഞരോടുമാണ്. ഹെരോദേസ് അവരോട് ചോദിച്ചു, ഇസ്രായേലിൻ്റെ വിമോചകൻ എവിടെയാണ് ജനിക്കാൻ സാധ്യതയുള്ളത്? തിരുവെഴുത്തുകൾ എന്തു പറയുന്നു? തിരുവെഴുത്തുകൾ പരിശോധിച്ച പ്രധാന പുരോഹിതരും നിയമജ്ഞരും ഏകസ്വരത്തിൽ ഇപ്രകാരം പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഇസ്രായേലിൻ്റെ വിമോചകൻ ബേഥലഹേമിലാണ് ജനിക്കാൻ സാധ്യതയുള്ളത്.
ബേഥലഹേമിൽ നിന്ന് വിമോചകൻ വരുമെന്ന പ്രവചന ഗ്രന്ഥങ്ങളിലെ പ്രവചനങ്ങൾ ചൂണ്ടിക്കാട്ടി ഹെറോദേസിനോട് അവർ രക്ഷകൻ്റെ വരവിനെപ്പറ്റി അറിയിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചിന്ത ഇങ്ങനെയാണ്. അതായത്, ഇസ്രായേലിൻ്റെ വിമോചകൻ, മാനവരാശിയുടെ രക്ഷകൻ, ലോകത്തെ വിമോചിപ്പിക്കാനുള്ളവൻ വന്നു പിറന്നു എന്ന വാർത്ത ഹെറോദേസ് അറിയുന്നു. ഹെറോദേസിന് അത് അസ്വസ്ഥതയാവുന്നു. നിയമജ്ഞരും പുരോഹിതന്മാരും പ്രധാന പുരോഹിതന്മാരും ഈ വാർത്ത അറിയുന്നു. അവർക്ക് അതൊരറിവ് മാത്രമായി അവശേഷിക്കുന്നു. അവർ ആ അറിവുകൾ അടങ്ങിയ ചുരുളുകൾ തലയണയാക്കി കിടന്നുറങ്ങുന്നു. എന്നാൽ കാലിത്തൊഴുത്തിൽ പിറന്നു വീണ രക്ഷകനെ ജ്ഞാനികൾ കണ്ടെത്തുന്നു, ഇടയന്മാർ കണ്ടെത്തുന്നു. രക്ഷകൻ്റെ വരവ് കാത്തിരുന്ന പ്രാർത്ഥനാനിരതമായ ചില മനസ്സുകൾ രക്ഷകനെ കണ്ടെത്തുന്നു. വേദപുസ്തകം നമുക്ക് അറിവ് നൽകും. 2 തരത്തിൽ ബൈബിളിനെ നമുക്ക് സമീപിക്കാം. ഉൽപ്പത്തിയിൽ ഏദൻ തോട്ടത്തിൽ കണ്ട 2 വൃക്ഷങ്ങൾ പോലെയാണ് അത്. ജീവൻ്റെ വൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും. അറിയാൻ വേണ്ടി തിരുവെഴുത്തുകൾ പരിശോധിക്കാം, ജീവന് വേണ്ടിയും വചനം പരിശോധിക്കാം. അറിവിന് വേണ്ടി വചനം പരിശോധിക്കുന്നവർക്ക് അത് അറിവ് നൽകുന്ന ഒരു പുസ്തകം മാത്രമായി, അവരുടെ അനേക ഗ്രന്ഥങ്ങളിലെ ഒരു ഗ്രന്ഥമായി അവശേഷിക്കുമ്പോൾ, ജീവന് വേണ്ടി വചനം തിരയുന്നവരെ അത് നിത്യജീവൻ്റെ കവാടങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.